ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അതായത് പാലപ്പമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാലപ്പം ചെയ്തെടുക്കുന്നത് സാധാരണ ചെയ്യണേക്കാളും വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, കുക്കറിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ മാവ് ശരിയാക്കി എടുക്കാൻ പോകുന്നത്. വെറും അരമണിക്കൂർ കൊണ്ട് തേങ്ങയോ അരിയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതായത് അധികം തരിതരിപ്പൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ നമുക്കെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1.25 കപ്പ് ചെറു ചൂടുള്ള വെള്ളമാണ്. ഒരുപാട് ചൂടാവരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുക. ആ ഒരു പരുവത്തിനുള്ള ചെറു ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചൂടുവെള്ളം എന്ന് ഞാൻ പറഞ്ഞാൽ തണുപ്പ് അധികം ഇല്ലാത്ത, നമ്മൾ സാധാരണ പച്ചവെള്ളത്തിൽ അല്പം തണുപ്പുണ്ടാവില്ലേ, അതൊന്ന് മാറി ചെറുതായിട്ടൊന്ന് ചൂടാവുന്ന വെള്ളം, അതാണ് പരുവം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലോട്ട് ഏകദേശം ഒരു 4-3 ടേബിൾ സ്പൂൺ അതേ ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ എടുക്കാം. അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കരുത്. ഈ കട്ടയെല്ലാം മാറി ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. കാരണം അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് കട്ട എല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കട്ടയൊന്നും പോകത്തുമില്ല, നമുക്ക് കറക്റ്റായിട്ട് ഒന്നും വെന്ത് കിട്ടുകയില്ല. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പോൾ കൈ എടുക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 15 സെക്കൻഡ് കൊണ്ട് തന്നെ നല്ലതുപോലെ ഇതുപോലെ വെള്ളമെല്ലാം വറ്റിക്കിട്ടും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് അധികം ഒന്നും തണുപ്പിക്കരുത്, കാരണം ഇതും നമുക്ക് ചെറു ചൂടോട് കൂടിയാണ് വേണ്ടത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവുണ്ടല്ലോ, അരിപ്പൊടിയും ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച മാവ്, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 2 ബാച്ചായിട്ട് അടിച്ചാലും മതി. ഞാനിപ്പോൾ ഒരുമിച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കുറുക്കി എടുത്ത് വെച്ച അരിപ്പൊടിയുടെ മിക്സും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരല്പം ചൂടുണ്ട്, ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് തേങ്ങ ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും, അതുപോലെ തന്നെ ഈസ്റ്റ് ഏകദേശം 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മാവ് പുളിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. അപ്പോൾ ഈസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടിപ്പും ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ എന്തായാലും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുക്കറിലാണ് മാവ് പുളിപ്പിക്കാൻ വെക്കുന്നതെന്ന്. കുക്കറും ഒരല്പം ഒന്ന് ചൂടാക്കുക. ആ ഒരു തണുപ്പ് മാറിയിട്ട് ഒന്ന് തൊട്ടാൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ചൂട് ഫീൽ ചെയ്യണം. ആ രീതിയിൽ മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുത്ത് കറക്റ്റായിട്ട് ആ ഒരു കുക്കറിൻ്റെ അടപ്പുണ്ട് അത് വെച്ചതിനെ നന്നായിട്ട് അടച്ചതിന് ശേഷം അരമണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, കറക്റ്റ് അരമണിക്കൂർ മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ കുക്കറിൽ അത്യാവശ്യം ചൂടുണ്ട്, അതുപോലെ തന്നെ ഈസ്റ്റും നമ്മൾ ചേർക്കുന്നത് കൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ തന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ കുക്കർ അല്പം മാത്രമേ ചൂടാക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കറക്റ്റ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് മാവ് നല്ലതുപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ മാവ് ഈ പരുവത്തിൽ കിട്ടും. ഇനി ഈസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഹോം മെയ്ഡ് ഈസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, മേൽ ലൈക്ക് ആഡിലും കൊടുക്കാം. അതാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, എങ്കിൽ മാത്രമേ ഈ ഒരു രീതിയിൽ മാവ് പുളിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ലിങ്ക് ഞാൻ മേളിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം കട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര കട്ടി വേണ്ട നമ്മൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ പാലപ്പത്തിൻ്റെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അരിയൊന്നും അരയ്ക്കാതെ, തേങ്ങയൊന്നും വേണ്ടാതെ, ചോറൊന്നും വേണ്ടാതെ, വളരെ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ ബാറ്ററാണ്. ഇനി നമ്മൾ സാധാരണ അപ്പം ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുള്ള വീട്ടിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ അപ്പത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടുള്ളതൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഏകദേശം ഒരു 90% സിമിലർ ടേസ്റ്റാണ് ഈ ഒരു അപ്പത്തിനും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക.
അപ്പോൾ അപ്പത്തിൻ്റെ ഷേപ്പ് നിങ്ങൾ എന്തായാലും നോക്കണ്ട, കാരണം നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് ക്യാമറയിലായിരിക്കും. അപ്പോൾ ക്യാമറയിൽ ശ്രദ്ധിച്ചിട്ട് നമ്മളിങ്ങനെ അപ്പം ചുറ്റിച്ചത് കൊണ്ടാണ് ഈ ഒരു ഷേപ്പ് ഇല്ലാതെ വന്നത്. അപ്പോൾ അത് മാത്രം ഒന്ന് എക്സ്ക്യൂസ് തരിക. ഇനി ബാക്കി വരുന്ന മാവ് നമുക്ക് ഫ്രിഡ്ജിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ ഈ മാവ് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പാടില്ല, കാരണം ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പുളിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.